ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലേക്കൊരു യാത്ര. 35 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്കൂൾ ലീഡറായിരുന്ന എൻ്റെ സ്കൂളിലേക്ക് വളരെയധികം ആത്മസംതൃപ്തി തോന്നിപ്പോകുന്ന ഒരു രീതിയിലേക്ക് സ്കൂൾ വളർന്നിരിക്കുന്നു. സ്കൂളിൻ്റെ വളർച്ചയോടൊപ്പം എനിക്കും പ്രായമായിരിക്കുന്നു എന്ന് ഞാൻ ഒരു നിമിഷം മറന്നുപോയുള്ള എൻ്റെ യാത്രയാണ്. അവിടെ ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടു. എൻ്റെ കാലഘട്ടങ്ങളിലൂടെ ആ പ്രായത്തിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയുമായി ഞാൻ സംസാരിച്ചു. അവൾക്കേറെ അതിശയം തോന്നി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ച സ്കൂളാണെന്നും ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ സ്കൂൾ ലീഡറായിരുന്നെന്നും ഒക്കെ കേട്ടപ്പോൾ അവൾക്കും ഒരു വല്ലാത്ത കൗതുകം. ഒരു പക്ഷേ അവളും എൻ്റെ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഈ സ്കൂളിലേക്ക് തിരിച്ചു വരവുണ്ടായേക്കാം. ഞാൻ എൻ്റെ ക്ലാസ് മുറികൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. കൗതുകത്തോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ കേട്ടു നിന്നു. ഞാൻ അവളോട് ചോദിച്ച മറ്റു ചോദ്യമുണ്ടായിരുന്നു, എവിടെ ഇവിടുത്തെ മുത്തശ്ശിമാവ് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞ മറുപടി, അതൊക്കെ എന്നെ മുറിച്ചു മാറ്റി. സ്കൂളിൻ്റെ പുരോഗമനം അമ്മ കാണുന്നില്ലേ എന്നുകൂടി അവൾ എന്നോട് ചോദിച്ചു. അവളും എന്നോടൊപ്പം തന്നെ ആ ക്ലാസ് മുറിയുടെ ഫ്രണ്ടിലേക്ക് വന്നു. ഞാൻ എൻ്റെ ക്ലാസ് മുറിയിലേക്ക് കയറി. ഞാൻ ഇരിക്കാറുണ്ടായിരുന്ന ആ ഫസ്റ്റ് ബെഞ്ചിലെ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഞാനും ഇരുന്നു. അവിടെ ഞാൻ എൻ്റെ ഹെഡ്നസ്, രത്ന, സർള, ഫർള എന്ന എൻ്റെ ക്ലാസ് ടീച്ചറിനെ ഒരു നിമിഷം ഓർത്തുപോയി. എൻ്റെ കൂട്ടുകാരെയും. വല്ലാത്തൊരു വേദനയും വല്ലാത്തൊരു നൊസ്റ്റാൾജിയും. കുറച്ച് സമയം അവിടെ നിന്ന് തിരിച്ചു നടന്നു. ഞാൻ ആരെയൊക്കെ ഇതിനിടയിൽ പരിചയപ്പെട്ടു. ഏതൊക്കെയോ അധ്യാപകർ എന്നോട് വന്ന് എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തിരിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.